എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസം മുതൽ കർക്കടക മാസം വരെയുള്ള അനിഴം നക്ഷത്രത്തിൻ്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ. വരവിനേക്കാൾ ചിലവ് വർദ്ധിക്കും. മുൻകോപവും പിടിവാശിയും മൂലം മറ്റുള്ളവരുടെ അതൃപ്തി സമ്പാദിക്കുന്നതാണ്. അനാവശ്യമായ സംശയങ്ങൾ ഒഴിവാക്കണം. പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരും. ഉറ്റ സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് കാലം അനുകൂലമായി കാണുന്നു. ശത്രുക്കളിൽ നിന്നും അപകട സാധ്യത കാണുന്നു. മുടങ്ങിക്കിടന്നിരുന്ന തൊഴിൽ സംരംഭങ്ങൾ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചു തുടങ്ങും. സ്ഥാനമാനങ്ങളും പദവികളും നിലനിർത്താൻ കഴിയുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. ഭാര്യ വീട്ടുകാരുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനം തിരികെ ലഭിക്കും. ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ഏതു മാർഗവും സ്വീകരിക്കും. തടസ്സങ്ങളെ തന്ത്രപരമായി തട്ടിനീക്കും. തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ. മാതാവിന് തൊഴിലിൽ മേന്മ ഉണ്ടാകുന്നതാണ്. ഗൃഹത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗം കാണുന്നു. ഉറ്റവരുടെ സഹായം കൊണ്ട് മാനസിക വിഷമത്തിൽ നിന്നും കരകയറും. കടബാധ്യതകൾ സ്വന്തം തലയിൽ വന്നു ചേരുന്നതാണ്. സന്താനത്തിന് ഉന്നത ജോലി സാധ്യത കാണുന്നു. ആഭരണയോഗം, ധനയോഗം എന്നിവയുണ്ട്. ദീർഘയാത്രകൾ ചെയ്യേണ്ടതായി വരും. പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ചെയ്യുന്നതാണ്. എടുത്തുചാട്ടവും പെട്ടെന്നെടുക്കുന്ന തീരുമാനവും ദോഷം ചെയ്യും. സന്താനങ്ങളുടെ ഉന്നതിയെ ലക്ഷ്യമാക്കി പ്രയത്നിക്കും. ഭൂമി, ഭവനം മുതലായവയുടെ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാലം അനുകൂലമല്ല. പുതിയ കൂട്ടുകെട്ടിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ കഴിയുന്നതാണ്. അന്യ സ്ത്രീകളോട് അടുപ്പം കൂടും. മാതാവിൻ്റെ രോഗത്തിന് ശമനമുണ്ടാകും. വിദേശ ജോലിക്ക് യോഗം കാണുന്നു. കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം. തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ മറ്റുള്ളവരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ട സാഹചര്യം കാണുന്നു. ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ. ചില അപവാദങ്ങളിൽ ചെന്നുചാടും. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ നേടും. പുതിയ ബന്ധങ്ങൾ കരുതലോടുകൂടി ചെയ്യണം. അപ്രതീക്ഷിത ധനയോഗം കാണുന്നു. യാത്രാവേളകളിൽ ധനനഷ്ടത്തിനിടയുണ്ട്. സ്വജനങ്ങളുമായി പിണങ്ങി കഴിയേണ്ട സാഹചര്യം കാണുന്നു. എതിർപ്പുകളെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാനും അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുവാനും കഴിയും. വാഹനങ്ങൾ മൂലം നഷ്ടം സംഭവിക്കാനിടയുണ്ട്. വിദ്യാർത്ഥികളിൽ അലസ മനോഭാവം കാണും. കുടുംബ സുഹൃത്തുക്കളെ കുറിച്ച് തർക്കങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ഭാര്യയുമായി പൂർവാധികം സ്നേഹത്തിൽ കഴിയും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. അകാരണമായ ഭീതി മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും. സ്വന്തം നിലനിൽപ്പിനു വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കും. വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം സമ്മിശ്രമാണ്. കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ. ശത്രുക്കൾ മിത്രങ്ങളായി മാറും. സ്വന്തക്കാരുടെ ഇടപാടുകളിൽ സാമ്പത്തിക ബാധ്യത വരാതെ സൂക്ഷിക്കണം. വിനയം, ക്ഷമ, ആദരവ് തുടങ്ങിയ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയുണ്ടാകണം. ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കാൻ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും. കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാം. ചിലവിനങ്ങളിൽ നിയന്ത്രണം വേണം. ഗവൺമെൻറ് ഉദ്യോഗത്തിന് യോഗം കാണുന്നു. ഉറ്റവർ ചതിയിൽപ്പെടുത്തുവാനിടയുണ്ട്. കലാകാരന്മാർക്ക് കാലം അനുകൂലമായി കാണുന്നു. മനസ്സിനെ അലട്ടിയിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കും. വിശ്രമമില്ലാത്ത ഒരു ജീവിതമാണ് കണ്ടുവരുന്നത്. സ്നേഹം നടിച്ചടുത്തുകൂടുന്നവരെ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾക്കിട കാണുന്നു. എതിർപ്പുകളെ ആത്മബലം കൊണ്ട് തരണം ചെയ്യും. ക്രയവിക്രയങ്ങളിൽ വിജയമുണ്ടാകും. മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ. കുടുംബത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും കൂടുതലുണ്ടാകും. വ്യാപാരികൾക്ക് കാലം അനുകൂലമല്ലെങ്കിലും നഷ്ടത്തിനിട കാണുന്നില്ല. വസ്തുസംബന്ധമായി ചില അനുകൂല തീരുമാനങ്ങളുണ്ടാകും. ശത്രുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരമാവധി അവരെ സഹായിക്കും. വ്യാപാരികൾക്ക് കാലം അനുകൂലമല്ലെങ്കിലും നഷ്ടത്തിനിട കാണുന്നില്ല. വസ്തുസംബന്ധമായി ചില അനുകൂല തീരുമാനങ്ങളുണ്ടാകും. രോഗങ്ങൾ ശല്യപ്പെടുത്തുവാനിടയുണ്ട്. വാഹനത്തിൽ നിന്നും ധനയോഗം കാണുന്നു. മാതൃഗുണം കൂടും. ഉറ്റ സുഹൃത്തിൻ്റെ വേർപാട് മനോദുഃഖത്തിനിടവരുത്തും. മുൻകോപവും ക്ഷമയില്ലായ്മയും ദോഷം ചെയ്യുന്നതാണ്. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. അനാവശ്യ ചിലവുകൾ വന്നു ചേരും. കടുത്ത വിമർശനങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നതാണ്. ഇഷ്ട സുഹൃത്തുക്കളുടെ പ്രവൃത്തികൾ മനസ്സ് അസ്വസ്ഥമാക്കും. മാതാവിൻ്റെ രോഗം മൂലം കഷ്ടത അനുഭവിക്കാനിടയുണ്ട്.
2, 3, 5, 9, 16, 19, 22, 25, 30 തീയതികൾ ശുഭകരമായി കാണുന്നില്ല. നാൽക്കാലികളിൽ നിന്നും പ്രയോജനമുണ്ടാകുന്നതാണ്. സ്ത്രീകൾ മൂലം അപവാദത്തിനും ധനനഷ്ടത്തിനും ഇടയുണ്ട്. കൃഷിയിൽ നിന്നും നേട്ടങ്ങൾ കാണുന്നു. കൂട്ടു ബിസിനസ്സുകൾ ഒഴിവാക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. മിഥുനം, കർക്കിടകം മാസങ്ങളിലെ ഫലങ്ങൾ. പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതാണ്. സഹോദരങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ അവരിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം മോശമായിരിക്കും. അപ്രാപ്യമായ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കും. സാമ്പത്തിക ബാധ്യത വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയണം. ഈശ്വരാനുഗ്രഹം കൂടുതലായി ഉള്ളതുകൊണ്ട് രോഗങ്ങളിൽ നിന്ന് മുക്തിയുണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കും. ദൂരദേശത്ത് തൊഴിൽ സാധ്യത, ധനയോഗം എന്നിവ കാണുന്നു. കേസരി യോഗം മൂലം തൊഴിൽ രംഗത്ത് വൻ നേട്ടത്തിനിട കാണുന്നു. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ മാറിക്കിട്ടും. കലാകാരന്മാർക്ക് കാലം അനുകൂലമാണ്. ശത്രുക്കൾ മിത്രങ്ങളായി മാറും. ചന്ദ്രൻ്റെ ഉച്ചസ്ഥിതിയും ശുക്ര ചന്ദ്ര പരിവർത്തനവും മൂലം ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ ഉണ്ടാകും. ശത്രുദോഷം കുറയും. എന്നാൽ അഗ്നിഭയമുണ്ടാകുന്നതാണ്. ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും. കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. ധനസ്ഥിതി ഉച്ചസ്ഥിതിയിലെത്തും. പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ദേവീപ്രീതി നേടുകയും ചെയ്താൽ സർവ്വ ദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്.